ഗൈസ്, ഹാപ്പി ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി 2 മാസം അവധിയാണ്. ഇനി അടിച്ചു പൊളിക്കുവാണ്. അപ്പോൾ പരീക്ഷയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, ജയിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷ. +1-ലാണ്. അപ്പോൾ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എളുപ്പമായിരുന്നു, ജയിക്കും. എന്നെ ഉറപ്പാണോ? ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മീൻപിടുത്തമാണ്. ആദ്യത്തെ വീഡിയോ തന്നെ മീൻപിടുത്തമാണ്. ഇവിടെ അടുത്ത് ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. ചെറിയല്ല, അത്യാവശ്യം വലിയൊരു കുളമുണ്ട്. അപ്പോൾ അതിനകത്ത് പോയാണ് നമ്മളിന്ന് ചൂണ്ടയിടല്. അപ്പോൾ നമ്മളിന്നൊരു ഉച്ച വരെ ഇടും ചൂണ്ട. അപ്പോൾ മീൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, ഒരെണ്ണെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ ഒരെണ്ണെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ചൂണ്ടയൊക്കെ സെറ്റാക്കിയിട്ട് ഒരു റോഡും ഉണ്ട്, ഒരു പോൾ റോഡും ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റപ്പായി. നമുക്ക് നേരെ കുളത്തിലേക്ക് പോകാം. ഇവിടെ നിന്ന് നേരെ കുറച്ചങ്ങ് പോകണം. ഗൈസ്, ദേ കുളം എത്തി. ഇവിടെയാണ് വലിയ കുളം. നോക്കൂ, കാണിച്ചു തരാം. കുഴപ്പമില്ല ഗൈസ്, നോക്കൂ, ഇതാണ് കുളം. ദേ അവിടെ മീൻ വെട്ടി. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ മീൻ പിടിക്കാൻ പോകണമെന്ന്. ഒത്തിരി സംസാരിക്കുന്നൊന്നുമില്ല, ഇതെല്ലാം കുറച്ച് നമുക്ക് ഇടാൻ തുടങ്ങാം. അപ്പോൾ അതിൻ്റെ താഴത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അവിടെ ഗൈസ് അങ്ങനെ ചൂണ്ടയെല്ലാം സെറ്റാക്കിയത് ഹെരൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോവാണ്. അപ്പോൾ മീൻ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇട്ട ഇഷ്ടമാണ്. ഗായ്സ്, ഇങ്ങനെ ചൂണ്ടയിട്ടു. ഇനി വെയിറ്റിംഗ് ആണ്. അല്ലാതെ ഒരു ചൂണ്ടതേ ഇവിടെ ഇട്ടുണ്ടോർണം. ഇതേ അവിടെ നിന്ന് നീട്ടിയിട്ടിട്ടുണ്ട് നടുക്കിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഗായ്സ്. ഗായ്സ്, നിറച്ച് മീനുണ്ട് ഗായ്സ്. വരാല്ലേ, ഇവിടെ വെട്ടിയത് ഇപ്പോൾ ഗായ്സ്. അപ്പോൾ കുറേ വരാലിനെ കണ്ടപ്പോൾ പഴയൊരു ഫ്രോഗ് ഇരുന്ന ഒരു കുപ്പിയിൽ കുറേ വള്ളിയൊക്കെ കിട്ടി. ചുമ്മാ എറിഞ്ഞു നോക്കട്ടെ, കിട്ടുമെന്നറിയാം. പതുക്കെ വാ. ഗായ്സ്, നമ്മുടെ ആ ശ്രമം പരാജയപ്പെട്ടു ഗായ്സ്. നിറച്ചും വരാലിൻ്റെ കൂട്ടം അതിനകത്ത്. പക്ഷെ നമ്മൾ ചൂണ്ടിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോൾ നമ്മൾ മീൻ പിടിച്ചിരിക്കും ഇതിനകത്തുനിന്ന്. ഇന്നില്ലെങ്കിൽ വേറെ ഒരു നമ്മൾ ഉറപ്പായിട്ടും പിടിക്കും. അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നോക്കാം. ഞങ്ങൾ അവിടെ നിന്ന് കയറിപ്പോന്ന് ഇര ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. ഇവിടെ സൈഡിൽ ചെറിയ തോടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം ചെറിയ വല്ല പരലിനെ കിട്ടുമെന്ന്. അപ്പോൾ
പരലിനെ കിട്ടുവാണെങ്കിൽ പരലിനെയൊക്കെ ഇടാലോ എന്ന് നോക്കുവാണ്. പിന്നെ ചെറിയ തവളേനെയൊക്കെ കിട്ടുവാണെങ്കിൽ അതും നോക്കാം എന്നോർത്താണ്. അങ്ങനെ ഗായ്സ് ഇവിടെ വേറെ അടുത്തൊരു കുളമാണ്, പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല, ഇതിനകത്ത് മീനൊന്നുമില്ല. അപ്പം നമുക്ക് വന്ന സാധനം കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു പരലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ കുറച്ചിട്ട് വെക്കാം കിട്ടുമെന്ന്. ഗൈസ് അവനും ഫ്രോഗ് എറിഞ്ഞ് നോക്കുവാണ് ഗൈസ്. ഞാനിവിടെ ഒരു ചെറിയ തവളേനെ കുറച്ച് കൊണ്ടിട്ട് അത്തേലെങ്കിലും പിടിക്കും നോക്കട്ടെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചൂണ്ടയിടയിൽ നിർത്തി. ഉച്ചയായി ഒന്നും കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഒരു ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഇനി ഒരു വൈകിട്ട് വന്ന് നോക്കാം. ചെറിയൊരു പരലിനൊക്കെ കുറച്ച് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വൈകിട്ട് വന്ന് നോക്കാം. അല്ല അതിൽ നിന്ന് പറയാനുള്ളത് ഒന്നും കിട്ടിയില്ല. ഇങ്ങോട്ടൊക്കെ പറ. ഒന്നും കിട്ടിയില്ല. വൈകുന്നേരം നോക്കാം ഗായ്സ്. അങ്ങനെ വൈകുന്നേരമായി. നമ്മൾ ഇട്ടേക്കണ ചൂണ്ട പോയി ഒന്ന് നോക്കുവാണ്. അവനില്ല, അവൻ വന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പോയി ഒന്ന് നോക്കുക, കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഗായ്സ് അങ്ങനെ കുളം എത്തിയിട്ടുണ്ട്. നമ്മുടെ ചൂണ്ട അവിടെ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ചൂണ്ട എടുത്തു, മീനൊന്നും കിട്ടിയില്ല. നമ്മളത്തെ കൊത്തിയിട്ട ചെറിയ തവളേനെ അത് മീൻ കൊണ്ടുപോയി. പക്ഷെ അതിനകത്ത് നിറച്ച് മീനുണ്ട്. പക്ഷെ നമ്മളൊരു ദിവസം പിടിക്കുക അതിനകത്തുനിന്ന് മീൻ. ഗായ്സ് അങ്ങനെ നമുക്ക് ചൂണ്ടിട്ടിട്ട് മീനൊന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം അതിനകത്തുനിന്ന് പിടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഹാപ്പി ബോക്സസ് സൈനിങ് ഓഫ്.